Assalamu alaikum. Welcome to Max class. Let's start our class with dua for knowledge. Rabbi Yassir, Walatu Yassir, Watammim bil khair, Wabiki nasta'inu, Ya Fattahu, Rabbi Sidni ilma. Rabbi Sidni ilma. Rabbi Sidni ilma. We are going through the chapter ratio. As we told in the last class that we have three quantities. Our next topic is three quantities. Like that, two quantities, if three quantities are in the ratio A is to B is to C, then there is a quantity X such that the first is AX, the second is BX and the third one is CX. ഓക്കെ, അപ്പോൾ നമ്മൾ ടു ക്വാണ്ടിറ്റീസ് വെച്ച് പ്രോബ്ലംസ് ചെയ്ത പോലെ തന്നെ ഇവിടെ ത്രീ ക്വാണ്ടിറ്റീസ് വരുമ്പോഴും എ ഇസ് ടു ബി ഇസ് ടു സി എന്ന് പറഞ്ഞ മൂന്ന് ക്വാണ്ടിറ്റി ഉള്ള റേഷ്യോ വരുമ്പോഴത്തേക്കും അതിനകത്ത് ദർ വിൽ ബി എ ക്വാണ്ടിറ്റി എക്സ് സച്ച് ദാറ്റ് ദ ഫസ്റ്റ് തിങ് ഈസ് എ എക്സ്, സെക്കൻഡ് വൺ ഈസ് ബി എക്സ് ആൻഡ് ദ third is cx. And we have some problems based on these three quantities in page number 145. First question is, Johnny invested 50,000 rupees, Jalil invested 40,000 rupees and Jayan 20,000 rupees to start a business together. They got 3,300 rupees as profit in a month, which they divided it in the ratio of their investment. How much did each get? അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മൂന്ന് പേരും കൂടെ എന്താണ് മൂന്ന് ഡിഫറെൻറ്റ് എമൗണ്ട് ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്തത് അല്ലേ, ഡിഫറെൻറ്റ് എമൗണ്ട് ആണ് ഇൻവെസ്റ്റ് ചെയ്തത്. ആൻഡ് ഒരു മന്തിൽ അവർക്ക് കിട്ടിയ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 3,300 rupees ആണ്. അങ്ങനെയാണെങ്കിൽ അവർ എത്ര എമൗണ്ട് വീതം അവർക്കത് കിട്ടി എന്ന് ഇൻവെസ്റ്റ് ചെയ്ത അനുസരിച്ചാണ് ഓരോരുത്തർക്കും കിട്ടുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് എമൗണ്ട് ആയിരിക്കും ഓരോരുത്തർക്കും പ്രോഫിറ്റ് കിട്ടുന്നത്. ബിക്കോസ് അവർ ഡിഫറെൻറ്റ് എമൗണ്ട് ആണ് അവർ ഇൻവെസ്റ്റ് ചെയ്തത്, അതുകൊണ്ട് ഡിഫറെൻറ്റ് എമൗണ്ട് ആയിരിക്കും അവർക്ക് പ്രോഫിറ്റ് കിട്ടുന്നത്. സോ ഓരോരുത്തർക്കും എത്ര എമൗണ്ട് വീതം കിട്ടിയെന്നാണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് റേഷ്യോ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് എഴുതാം. റേഷ്യോ ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെ വരും? 5,000 ഈസ് ടു 4,000 ഈസ് ടു 3,000. Ratio of the investment is equal to 50,000 is to 40,000 is to 20,000. സോ നമുക്ക് 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ദ റേഷ്യോ 5:4:2. ഓക്കെ, ആൻഡ് പ്രോഫിറ്റ് ഓഫ് 1 month. നമുക്കിനി എന്താണ്? ദർ വിൽ ബി എ ക്വാണ്ടിറ്റി എക്സ് അല്ലേ. ഇങ്ങനെ റേഷ്യോ വരുമ്പോൾ ത്രീ ക്വാണ്ടിറ്റീസ് വരുമ്പോൾ അതിനിടയ്ക്ക് ഒരു എന്താണ് ഒരു എക്സ് എന്ന് പറയുന്ന ക്വാണ്ടിറ്റി വരും. സോ ദ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് 5x പ്ലസ് 4x പ്ലസ് 2x ഈസ് ഈക്വൽ ടു എന്താണ്? 3,300 അല്ലേ. മൂന്ന് പേരുടെയും കൂടി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 3,300. സോ ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് 11x ഈസ് ഈക്വൽ ടു 3,300. From that, x is equal to 3,300 divided by 11. So we will get 300. So the value of x is 300. And now we have എന്താണ് ഫസ്റ്റ് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ജലീൽ amount Johnny got, amount Johnny got is 5x, isn't it? 5x, that is equal to, we have to substitute the value of x in this equation. 5 into 300, 1,500. And amount Jalil got is equal to 4x is equal to 4 into 300, that is എന്താണ് 1,200 rupees. And amount Jayan got is equal to 2x is equal to 2 into 300 is equal to 600 rupees.
So എത്രയാണോ അവർക്ക് പ്രോഫിറ്റ് കിട്ടിയത്, എമൗണ്ട് ജോണി ഗോട്ട് ഈസ് 1500, എമൗണ്ട് ജലീൽ ഗോട്ട് ഈസ് 1200 ആൻഡ് എമൗണ്ട് ജയൻ ഗോട്ട് ഈസ് 600 rupees. അപ്പോൾ ഇതിൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത ഏറ്റവും വലിയ എമൗണ്ട് ആരാണ് ഇൻവെസ്റ്റ് ചെയ്തത് അവർക്കാണ് ഏറ്റവും വലിയ പ്രോഫിറ്റ് കിട്ടിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം ആരായിരുന്നു, ജോണിയാണ് 50,000 rupees ഇൻവെസ്റ്റ് ചെയ്തത്. സോ ജോണിക്ക് 1500 കിട്ടി. ആൻഡ് അത് കഴിഞ്ഞിട്ട് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് ജലീലാണ് 40,000 rupees. So he got 1200 and last Jayan invested 20,000 rupees. So he got 600 rupees profit in a month. So we are moving to the next question. The capacities of 3 water tanks are in the ratio 2:3:5. The smallest of them can hold 2,500 liters. How many liters can the other two hold? So എന്താണ് ഒരു കപ്പാസിറ്റീസ് ഓഫ് 3 വാട്ടർ ടാങ്ക്സ്, ഒരു 3 വാട്ടർ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ റേഷ്യോ 2:3:5 റേഷ്യോയിലാണ്. ആൻഡ് ദ സ്മോളസ്റ്റ് ഓഫ് ദം ക്യാൻ ഹോൾഡ് 2,500 ലിറ്റേഴ്സ്. അതിലെ ഏറ്റവും ചെറിയ ടാങ്കിനകത്ത് എത്ര ലിറ്റർ വാട്ടർ ഫുള്ള് കൊള്ളും? 2,500 liters of water. How many liters can the other two hold? അപ്പോൾ ബാക്കി രണ്ട് ടാങ്കുകൾക്ക് എത്ര വെള്ളം അതിനകത്ത് കൊള്ളും നമുക്ക് ഫൈൻഡ് ചെയ്യണം. സോ ഫസ്റ്റ് വി ക്യാൻ റൈറ്റ് ദ ഗിവൺ തിങ്സ് ദാറ്റ് ദേ ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ. They given the ratio of capacities. Ratio of capacities is equal to 2:3:5 ratio, and let the capacities be let the capacities be 2x, 3x and 5x. സോ 2x ആണ് നമുക്ക് എന്ത് കപ്പാസിറ്റി ഓഫ് ദ സ്മോളസ്റ്റ് ടാങ്ക് ആണ് നമുക്ക് 2,500 എന്ന് തന്നിരിക്കുന്നത് അല്ലേ. സോ 2x ഈസ് 2,500. സോ ഫ്രം ദാറ്റ് വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് x, ദാറ്റ് ഈസ് 2,500 ഡിവൈഡഡ് ബൈ 2 വി വിൽ ഗെറ്റ് 1,250. സോ 1,250 ലിറ്റേഴ്സ് ആണ് എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് എന്താണ് വോളിയം ഓഫ് ദ ഫസ്റ്റ് ടാങ്ക് നമുക്ക് ഓൾറെഡി ദാറ്റ് ഈസ് 2x ഉള്ള ടാങ്ക് നമുക്ക് ഓൾറെഡി അറിയാം 2,500. ആൻഡ് വോളിയം ഓഫ് സെക്കൻഡ് ടാങ്ക്, വോളിയം ഓഫ് ദ സെക്കൻഡ് ടാങ്ക് ഈസ് ഈക്വൽ ടു എത്രയാണ്? 3x ആണ് ഇറ്റ്സ് കപ്പാസിറ്റി. ദാറ്റ് ഈസ് 3x ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 1,250, ദാറ്റ് ഈസ് ഈക്വൽ ടു 3,750 liters of water that the second tank can hold. Okay, and volume of the third tank is equal to 5x is equal to 5 into 1,250, that is equal to 6,250 liters of water can hold the third tank. So this is the second question. And we are moving to the next question, that is third one. The angles of a triangle are in the ratio 1:3:5. How much is each angle? So ഒരു ട്രയാങ്കിളിന് 3 angles ആണ്. We know that a triangle have 3 angles and the ratio of that angles is 1:3:5. and how much is each angle? അതിലെ ഓരോ ആംഗിൾസും എത്രയാണെന്ന് ഫൈൻഡ് ചെയ്യണം. Third answer, ratio of the angles. Ratio of the angles. What is the ratio of the angles? 1:3:5, isn't it? And let the first angle be, let the first angle is equal to 1x. Let the first angle is equal to 1x, and the second angle
second angle is equal to 3x and the third angle is equal to 5x. Okay, and we know that the sum of the angles of a triangle are 180 degree. അല്ലേ, ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് ആംഗിൾസിൻ്റെയും കൂടെ സം എന്ന് പറയുന്നത് നമുക്കറിയാം 180 ഡിഗ്രി ആണ്. സോ ഇതിൻ്റെ മൂന്നിൻ്റെയും കൂടെ സം ആണ് 180. സോ 1x plus 3x plus 5x is equal to 180 degree. So when we add this, we will get 9x is equal to 180 degree. X is equal to 180 divided by 9. We will get the value of x as 20 degree. Okay, 20 degree getting. Then we can substitute this value of x in this equations 1x. First angle is 1x, that is 1 into 20 is equal to 20 degree. The second angle is 3x, that is 3 into 20 is equal to 60 degree. And the third angle is 5x, 5 into 20 degree is equal to 100 degree. So these were the three angles of that triangle. Okay, then the next question. Next question is the outer angles of a triangle are in the ratio 5:6:7. What are the angles? അപ്പോൾ ഒരു ഔട്ടർ ആംഗിൾസ്, ഒരു ട്രയാങ്കിളിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 5:6:7 ആണ്. വാട്ട് ആർ ദ ആംഗിൾസ്? സോ നമുക്ക് ആ മൂന്ന് റേഷ്യോ തന്നിട്ടുണ്ട്. റേഷ്യോ ഓഫ് ദ ട്രയാങ്കിൾ എന്ന് പറയുന്നത് 5:6:7 ആണ്. സോ ദ ഫസ്റ്റ് ഔട്ടർ ആംഗിൾ ബി 5x. First outer angle is equal to 5x. Second outer angle is equal to, what is that, 6x. And the third outer angle is equal to 7x. And the sum of the outer angles of a triangle is 360 degree. ഒരു ട്രയാങ്കിളിൻ്റെ ഔട്ടർ ആംഗിൾസിൻ്റെ സം എന്ന് പറയുന്നത് 360 ആണ്. ട്രയാങ്കിൾ മാത്രമല്ല, എല്ലാ പോളിഗണിൻ്റെയും ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. സോ നമുക്ക് പറയാം 5x plus 6x plus 7x is equal to 360 degree. When we add this, we will get 18x is equal to 360 degree. X is equal to 360 divided by 18 is equal to 20 degree. Here also the value of x is 20 degree. So we can substitute the value of x in these three equations. We will get 5x is 5 into 20 is equal to 100 degree. Next one is 6 into 20 is equal to 120 degree. And the third one is 7 into 20 is equal to 140 degree. Now we got all the outer angles of a triangle. Okay, so these were the problems based on three quantities. Then we have three more problems that we can do in the next class. Today's class is over. Assalamu alaikum.